Dear students, let us next see at what are the types of sources. There are two types of sources. The first one is independent source and the dependent source. So first one, independent source. So let me write A, independent source. The independent source means that source is not dependent on any other values, and whatever is the voltage or current that it is giving, that is not going to change. For example, ഇപ്പം നമ്മളൊരു വോൾട്ടേജ് സോഴ്സാണ് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെ 5 വോൾട്ട്. ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പോർഷൻ പോസിറ്റീവും ഈ പോർഷൻ നെഗറ്റീവും ആണെന്നാണ്. ഓക്കെ, എവിടെയാണോ നീളത്തിലുള്ളത് അവിടെ പോസിറ്റീവും, എവിടെയാണോ ചെറുത് അവിടെ നെഗറ്റീവുമാണ്. നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യൽ. അതേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഹയർ പൊട്ടൻഷ്യൽ, ലോവർ പൊട്ടൻഷ്യൽ. കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക? ഇവിടെ കറണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ഇവിടെ കറണ്ട് ലോവർ പൊട്ടൻഷ്യലിലോട്ട് കയറി വരുന്നു. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഡയറക്ഷൻ? ഇത് രണ്ടിൻ്റെ ബാറ്ററിയുടെ ഉള്ളിൽ എന്താണ് ഡയറക്ഷൻ എന്ന് ഒരിക്കലും നോക്കരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ ഡയറക്ഷൻ ഇല്ല. ഓക്കെ, സോ ദിസ് ഈസ് പോസിറ്റീവ്, ഹയർ പൊട്ടൻഷ്യൽ, ലോവർ പൊട്ടൻഷ്യൽ. ഈ സെയിം സാധനം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഒരു ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് പോസിറ്റീവ്, ഒരു സൈഡ് നെഗറ്റീവ്. പിന്നെ എത്രയാണോ ഇത് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇതായതുകൊണ്ട് പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇറങ്ങുന്നു, നെഗറ്റീവിലോട്ട് കറണ്ട് കയറുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 10 വോൾട്ടാണ്. ഇവിടെ എത്രയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക? ആ കറണ്ടിൻ്റെ ഫ്ലോ നമുക്കറിയില്ല എത്രയാണ്. എത്ര വേണമെങ്കിലും ഇതിനകത്ത് വലിക്കാമെന്നാണ് തിയറിറ്റിക്കലി പോസിബിൾ. അപ്പോൾ ഇവിടെയും കറണ്ട് എത്രയാണ് ഇതിനകത്തുനിന്ന് പുറത്ത് വരുന്നതെന്ന് നമുക്കറിയില്ല. അത് സർക്യൂട്ടാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എത്രയായിരിക്കും കറണ്ട് വരാൻ പോകുന്നത്. ഒരു ചെറിയ ബൾബാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇതിൻ്റെ അക്രോസ് ഒരു ചെറിയ ബൾബാണ് ഇതിൻ്റെ രണ്ടിൻ്റെ അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ കറണ്ട് ഡ്രോ ചെയ്യത്തുള്ളൂ. ഒരു വലിയ ബൾബാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യും. അപ്പം ഓർമ്മയിരിക്കുക, വോൾട്ടേജ് സോഴ്സിനകത്ത് ഇത് രണ്ടും വോൾട്ടേജ് സോഴ്സാണ്. ഓക്കെ, വോൾട്ടേജ് സോഴ്സിനകത്ത് കറണ്ട് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വോൾട്ടേജിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് നിർബന്ധമായിട്ടും പറയാൻ പറ്റുള്ളൂ. അതിവിടെ 10 വോൾട്ടും ഇവിടുത്തെ കേസിൽ അത് 5 വോൾട്ടുമാണ്. നെക്സ്റ്റ്, ഞാനിത് വോൾട്ടേജ് സോഴ്സിൻ്റെ കേസ് പറഞ്ഞു. അതേപോലെ എനിക്ക് കറണ്ട് സോഴ്സിൻ്റെ കേസ് പറയാം. കറണ്ട് സോഴ്സിൽ നമുക്ക് വരയ്ക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ആരോ ഇട്ടിട്ട്, ആരോ ബേസിക്കലി ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയും. പ്ലസ് ഇതിൻ്റെ മുമ്പിൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് 3 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ കാണിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ കൂടെ ഈ ഡയറക്ഷനിൽ കൂടെ കറണ്ട് പുറത്തിറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് ചോദിക്കാം, ഇതിൻ്റെ പുറത്ത് എത്രയാണ് കറണ്ട് വരുന്നത്? അത് 3 ആംപിയേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? അത് പറയാൻ പറ്റില്ല. അതെത്രയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഇതിൻ്റെ മുമ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ് ഡിസൈഡ് ചെയ്യുക ഈ രണ്ട് ടെർമിനലിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പം അതാണ് കറണ്ട് സോഴ്സ്. അപ്പം നമ്മൾ മെയിൻലി ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? കറണ്ട് സോഴ്സിനകത്ത് കറണ്ടിനെ പറ്റി മാത്രം നമുക്ക് പറയാം, വോൾട്ടേജിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. വോൾട്ടേജ് സോഴ്സിൽ വോൾട്ടേജിനെ പറ്റി മാത്രം നമുക്ക് പറയാം, കറണ്ടിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കറണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ മുമ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൽ നമ്മൾ കാണുന്ന ഒരു വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും. പക്ഷെ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം വരച്ചില്ല. ഇത് ഡി സി ആണെന്ന് നമുക്ക് പറയാം. ഇത് രണ്ടും ഞാൻ വരച്ചിരിക്കുന്നത് ഡി സി ആണ്. ഇതും ഡി സി ആണ്, ഇതും ഡി സി സോഴ്സാണ്. സിമിലർലി കറണ്ടിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഡി സി സോഴ്സാണ്. ഇനി ഇതിൻ്റെ എ സി സോഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ്. വോൾട്ടേജിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് ശ്രദ്ധിക്കുക. ഇവിടെ സർക്കിൾ വരച്ചതിന് ശേഷം
നമ്മളിവിടെ പോസിറ്റീവും നെഗറ്റീവും വരയ്ക്കും, പക്ഷേ ഇതിൻ്റെ നടുക്കൊരു വേവ്, ഒരു സൈൻ വേവ് വരയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു എ സി സോഴ്സ് ആക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു എ സി സോഴ്സ് ആണെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ വരയ്ക്കണം. എ സി സോഴ്സ് ആണെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, വോൾട്ടേജിനെ നമ്മൾ എഴുതുന്നത് 5 കോസ് അല്ലെങ്കിൽ സൈൻ 2π എഫിന് പകരം ഇപ്പം എന്തെങ്കിലും ഒരു വാല്യൂ ഇടാം, 2πf t. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, 5 ആംഗിൾ 30 ഡിഗ്രീസ്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, നമ്മളൊരു സോഴ്സ് തന്നിരിക്കുന്നത് ഡി സി ആണോ എ സി ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ സോഴ്സിൻ്റെ വാല്യൂ. ഓക്കെ. ഇനി അതേപോലെ കറൻറ്റിലാണെങ്കിൽ എന്താണ്, കറൻറ്റിൽ മോസ്റ്റ്ലി വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ വരച്ചത് ഡി സിയിൽ വരച്ച മാതിരി തന്നെ ഒരു ആരോ വരച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് ഒരു സൈൻ വേവ്. എന്നിട്ട് ഇതിൻ്റെ കറൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും, അത് ചിലപ്പം 2 സൈൻ, ഇപ്പം ഞാനിവിടെ ഒമേഗയുടെ വാല്യൂ എഴുതുകയാണ് 3t സപ്പോസ്. അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു സപ്പോസ് 10 ആംഗിൾ -90 ഡിഗ്രി ഇങ്ങനെയൊക്കെ എഴുതാം. ഇങ്ങനെയൊക്കെ എഴുതുവാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതൊരു എ സി സോഴ്സാണ്. ഈ 10 ആംഗിൾ 90യും 5 ആംഗിൾ 30യും കണ്ടിട്ട് നിങ്ങൾ വറീഡ് ആവണ്ട, അത് ഞാൻ ഇവിടെയല്ല, നമ്മൾ എ സി സെക്ഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളത് കറക്റ്റായിട്ട് പഠിക്കും. ഇപ്പോൾ എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതും കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എ സി സോഴ്സും ഡി സി സോഴ്സും, ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ. അതിനെ ഡി സിനെ നമ്മൾ ഷോർട്ട് ഫോം ഓഫ് ഡയറക്റ്റ് കറണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുക വോൾട്ടേജ് സോഴ്സിൽ ഡയറക്റ്റ് കറണ്ടോ, അതെ, ഡയറക്റ്റ് കറണ്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരേ പൊളാരിറ്റിയിൽ ഒരേ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ടൈം ആണെങ്കിൽ ഏത് ടൈം നോക്കിയാലും അത് ഇപ്പം 5 ആണെങ്കിൽ 5 വോൾട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 2 ആംപിയേഴ്സ് ആണെങ്കിൽ 2 ആംപിയേഴ്സ് തന്നെ ആയിരിക്കും. നോക്കിക്കേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിൻ്റെ അർത്ഥം ഏത് ടൈമിലും അതിൻ്റെ വാല്യൂ സെയിം ആണ്. അതേസമയം ഒരു എ സി സോഴ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, എ സി സോഴ്സിനകത്ത് അത് ടൈം അനുസരിച്ചിട്ട് അതിൻ്റെ പൊളാരിറ്റിയിൽ വ്യത്യാസം വരാം. അതായത് അത് ടൈം അനുസരിച്ചിട്ട് ചേഞ്ച് ആവാം. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ അത് പോസിറ്റീവ് പൊളാരിറ്റിയിലാണ്, ഇവിടെ അത് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ്. അതായത് ഇവിടെ കറൻറ്റ് ഒരു സമയത്ത് ഈ ഡയറക്ഷനിലാണെങ്കിൽ അടുത്ത നിമിഷം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അത് കാരണം നമുക്കിവിടെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഒരു അസംഷനൊക്കെ നമ്മൾ ചെയ്യും, അത് സർക്യൂട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. എനിവേ, ഇതാണ് എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ 5 കോസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാനിത് ഏകദേശമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 5 ആയിരിക്കും, പീക്ക് വാല്യൂ 5 ആയിരിക്കും, താഴത്തെ പീക്ക് വാല്യൂ -5 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവ് പൊളാരിറ്റിയും. പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത സമയത്ത്, അതായത് ഈ സൈഡിൽ വേവ് ഫോം വരുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ആയിരിക്കുന്നത് പോസിറ്റീവാവും, പോസിറ്റീവ് ആയിരിക്കുന്നത് നെഗറ്റീവ് ആവും. അപ്പം അങ്ങനെയാണ് ഇത് ഓൾട്ടർനേറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് കറണ്ട് സോഴ്സ്, ഡയറക്റ്റ് കറണ്ട് സോഴ്സ്, എ സി സോഴ്സ്, ഡി സി സോഴ്സ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനകത്ത് ഇങ്ങനെയാണ് നമ്മളതിനെ വരയ്ക്കുന്നത്. നെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അധികമല്ല, ഒരു ശകലം. സോ ലെറ്റ് us see what is ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് പേര് പോലെ തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു വാല്യൂവിലാണ്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഞാനിപ്പോൾ എ സിയും ഡി സിയുമാണ്, ഞാനതിനെ വരയ്ക്കാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ജസ്റ്റ് വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ, നോക്കിക്കേ, ഞാനിവിടെ എന്താ വരച്ചിരിക്കുന്ന ഷേപ്പ് റോംബസ് ആണ് അല്ലേ, ഒരു റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പാണ്, പ്ലസ് മൈനസ്. അല്ലെങ്കിൽ എ സി ആയിട്ട് വരയ്ക്കണമെങ്കിൽ സെയിം റോംബസ് ഷേപ്പാണ്, പ്ലസ് മൈനസ്. ഓക്കെ,
പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെറിയ സിനുസോയ്ഡൽ വേവ് ഇങ്ങനെ വരയ്ക്കും, ഒരു വേവ്. അപ്പോൾ ഇതൊരു എ സി സോഴ്സാണ്, ഇതൊരു ഡി സി സോഴ്സാണ്. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ വാല്യൂസ് നേരത്തെ നോക്കിക്കേ, ഞാൻ ഫിക്സ്ഡ് വാല്യൂസാണ് എഴുതിയിരുന്നു അല്ലേ. നോക്കിക്കേ, ഇവിടെ 10 വോൾട്ട് എഴുതി, അല്ലെങ്കിൽ 5 വോൾട്ട് എഴുതി. ഇവിടെ ആണെങ്കിൽ എ സി ആയിരിക്കുമ്പം 5 കോസ് സംതിങ് എഴുതി. പക്ഷേ ഇവിടെ ഇതിൻ്റെ വാല്യൂ എഴുതുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ വാല്യൂ ലെറ്റ്സ് സേ ഇറ്റ് മേ കം ആസ് 3 times I1. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 3 times I1ൻ്റെ അർത്ഥം എന്താണ്? 3 times I1ൻ്റെ അർത്ഥം ഈ I1 വേറെ എവിടെയോ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ടാണ് I1. വേറെ എവിടെയോ സർക്യൂട്ടിൻ്റെ വേറെ ഏതോ ഭാഗത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I1. ആ I1ൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ 3 times മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ 3 times ആഡ് ചെയ്താൽ 3 into I1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡി സി സോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ഇത് വോൾട്ടേജ് സോഴ്സാണ്. ഇത് വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ 3I1. ഓക്കെ, സി ഈ സെയിം സാധനം എനിക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും വരയ്ക്കാം. നോക്കണേ, സെയിം സാധനമല്ല, ഞാൻ ഇവിടെ പ്ലസ് മൈനസ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഡിപ്പെൻഡൻറ്റ് സോഴ്സാണ്, കാരണം റോംബസ് ഷേപ്പാണ്. വോൾട്ടേജ് സോഴ്സാണ്, കാരണം ഇവിടെ പ്ലസ് ഇവിടെ മൈനസും വരച്ചു. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ 5 VA. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ VA എന്താണ്? VA എന്ന് പറയുന്നത് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൻ്റെ എവിടെയോ ഉള്ള ഒരു വോൾട്ടേജ് VA മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ VAയുടെ വാല്യൂവിലാണ് ഇതിൻ്റെ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ VA എത്രയാണെന്ന് നമുക്കറിയാമെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ VA വാല്യൂ കണ്ടുപിടിച്ചാൽ 5 into VA ചെയ്താൽ ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും ഡി സി സോഴ്സാണ്. പക്ഷേ ഇത് രണ്ടും ഡി സി സോഴ്സ് ആണെങ്കിലും നമ്മൾ ഇതിനെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഡി സി സോഴ്സ്, അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം. ഡി സി അല്ല, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ഇത് നോക്കിക്കേ, ഇതിൻ്റെ വാല്യൂ കറണ്ടിലല്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ കറണ്ടിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ വോൾട്ടേജിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എവിടെയുള്ള വോൾട്ടേജ്? സർക്യൂട്ടിൻ്റെ വേറെ എവിടെയോ ഇരിക്കുന്ന ഒരു വോൾട്ടേജ്, വേറെ എവിടെയോ ഒരു എലമെൻറ്റിൻ്റെ അക്രോസ് ഇരിക്കുന്ന വോൾട്ടേജാണ് ഈ VA. അപ്പം ആ VAയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായത് കാരണം ദിസ് ഈസ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ഇതും ഒരു വോൾട്ടേജ് സോഴ്സാണ്, പക്ഷേ ഇത് കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കറണ്ട് കൺട്രോൾഡ് ആണെന്ന് മനസ്സിലായത്? ഈ I, കാരണം കറൻറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾ എന്ന് പറയുന്നത്? കാരണം ഇത് VAയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കറണ്ട് സോഴ്സിലും കറണ്ട് സോഴ്സും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് കറണ്ട് സോഴ്സ് വരിക? സെയിം റോംബസ് ഷേപ്പ്, പക്ഷേ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് മൈനസ് അവിടെ ഒരു ആരോ ആയിരിക്കും. അപ്പോൾ ആരോയുടെ അർത്ഥം നമുക്കറിയാം എന്താണ്? അതൊരു കറണ്ട് സോഴ്സാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ ഇവിടെ എഴുതി 2IA. അതായത് ഈ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് IA എന്ന വാല്യൂവിലാണ്. ആ IA ആ സർക്യൂട്ടിൽ വേറെ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ IA വാല്യൂവിലാണ് ഇതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 times ആ IAയുടെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ കറണ്ട് സോഴ്സ് എത്ര കറണ്ടാണ് തരുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കറണ്ട് സോഴ്സിൻ്റെ സെയിം വേ ഞാനിപ്പോൾ നേരത്തെ വരച്ച മാതിരി തന്നെ റോംബസ് വരച്ചു, ആരോ വരച്ചു. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ച് വരയ്ക്കാം ആരോ. അപ്പോൾ ഇങ്ങനെയാണ് ആരോ വരച്ചിരിക്കുന്നതെങ്കിൽ ഈ ഡയറക്ഷനിലാണ്, താഴോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഇതിൻ്റെ വാല്യൂ 2 അല്ല, ഇപ്പം 10 times VA. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ VA എന്ന് പറഞ്ഞ് ആ സർക്യൂട്ടിൽ വേറെ എവിടെയോ ഉള്ള ഒരു വോൾട്ടേജിൻ്റെ വാല്യൂയിലാണ്. So 10 times that VA is going to give me the current
flowing through this element. So ഇതിനെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഇതിനെ ഞാൻ വിളിക്കാൻ പോകുന്നത് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഓക്കെ, സോ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കണം. വോൾട്ടേജ് കൺട്രോൾഡ് current source, current controlled current source. Okay, just for people's benefit, I will write one. This is voltage controlled voltage source. Similarly, this is going to be current controlled voltage source. Similarly, this will be voltage controlled current source, and this is going to be current controlled current source. So these are the dependent sources. അപ്പോൾ അറിയാലോ, മനസ്സിലായല്ലോ ഇത് എന്തിനാണ് നമ്മൾ ഇതിനെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ഇതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും ആ സർക്യൂട്ട്, ഇത് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൻ്റെ വേറെ എവിടെയുള്ള വാല്യൂവിലാണ്. ഞാനിവിടെ എ സി എന്തായിരുന്നു ഞാൻ വരച്ചു, അതേപോലെ കറണ്ട് സോഴ്സിൻ്റെയും ഞാൻ എ സി വരച്ചേക്കാം. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആരോ വരച്ചിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഒരു സൈൻ വോൾട്ടേജ് വരയ്ക്കണം, ഒരു സൈൻ സിനുസോയ്ഡൽ വേവ് ഫോം എന്ന് വരയ്ക്കണം. അപ്പോൾ അത് എ സി ആണെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്.